ഫ്രണ്ട്സ് നമസ്കാരം. ഒരു സ്പെഷ്യൽ ഫുഡ് വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, തമ്പനിയിലും കണ്ടിട്ടുണ്ടാവും ഒരു വലിയ മീൻ. ഈ ഫിഷ് നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടെ കോഴിക്കോട് തന്നെ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ്, എന്താ ഫ്രഷ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. അതെന്ന് വെച്ചാൽ നമുക്ക് അവർ അത്രയും നല്ല ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്ത് തന്നത്. നമ്മളിങ്ങനെ മീനിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അതിൽ ഇവരെ ആപ്പ് ഉണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോർ, പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അവരെ കോൺടാക്റ്റ്, ആപ്പിൻ്റെ ലിങ്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, പിന്നെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. പ്രീ ഓർഡർ ചെയ്താൽ നമുക്ക് എന്താണോ, നമ്മൾ ഏത് മീനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വേറെ വെജീസ് ഉണ്ട്, എന്ത് സംഭവമാണെങ്കിലും അവരെ ആപ്പ് കയറിയാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ക്വാണ്ടിറ്റി പ്രൈസ് എല്ലാം ഉണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ ടൈമിൽ അവർ വീട്ടിൽ കൊണ്ടുതരും. അപ്പം നമ്മളിപ്പോൾ ഒരു വലിയ മീനായിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു വ്ളോഗിൻ്റെ പേർപ്പസ് ആയിട്ട് കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അവർ നല്ല അടിപൊളി മീൻ തന്നെ കൊണ്ടു തന്നത്. ഒരു 7.5 kg മീനാണ് നമുക്ക് എത്തിച്ചു തന്നത്. അത് പറഞ്ഞ ടൈമിൽ തന്നെ അവർ എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ അവരെ വേറൊരു സർവീസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫിഷ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളിപ്പോൾ മീനൊക്കെ പോയി വാങ്ങാൻ നേരത്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിന് ചിലപ്പോൾ മീൻ അവൈലബിൾ ആയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് എന്താ പറയുക, അവിടെ കാണുന്ന മീനായിരിക്കും നമ്മൾ സാധാരണ വാങ്ങൽ. ഇത് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ തന്നെ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മീൻ നമുക്ക് പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നാളത്തേക്കുള്ള ആവശ്യമുള്ള ഒരു മീനാണെങ്കിൽ, ഇപ്പോൾ ഗസ്റ്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ എന്തുണ്ടെങ്കിൽ അതിൽ ആപ്പിൽ ഓർഡർ ചെയ്തതിന് കറക്റ്റ് ക്വാണ്ടിറ്റി എല്ലാം സെറ്റാക്കി തരും. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ മീനൊക്കെ ആണെങ്കിൽ, വലിയ മീനാണെങ്കിൽ ചെറിയ മീനാണെങ്കിൽ നിങ്ങൾ ക്ലീൻ കട്ട് ചെയ്യുക ഒന്നും ആവശ്യമില്ല. അവർ മൊത്തം ക്ലീൻ ചെയ്ത് നമുക്ക് നേരെ കറിയിലേക്ക് അല്ലെങ്കിൽ ഫ്രൈ, ആ ഒരു റെഡി ടു യൂസ് ആ ഒരു മെത്തേഡിലാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ മൊത്തം ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് അവർ പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരുന്നത്. നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്ത പാക്കിംഗ് അല്ല അവരത് ശരിക്കും. നമ്മൾ ഇന്നൊരു വലിയ മീന ഓർഡർ ചെയ്ത്, അതുകൊണ്ടാണ് ആ ഒരു ക്ലിങ് ഫിലിമിലൊക്കെ റാപ്പ് ചെയ്ത് കൊണ്ടു തന്നത്. അവരെ നോർമൽ പാക്കിങ് ഒരു ഫ്രഷ് ബക്കറ്റ് എന്നുള്ള ഒരു ബ്രാൻഡിങ്ങൊക്കെ കൊടുത്തിട്ടാണ്, ഒരു വൈറ്റ് കളറ്, അതിലാണ് നോർമലായിട്ട് വരിക. അത് നല്ല സേഫ്റ്റി പ്രിക്കോഷനൊക്കെ നോക്കിയിട്ടാണ് റാപ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ഫ്രഷ് ബക്കറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഫിഷ് മാത്രമല്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഡെയിലി നീഡ്സ് ആയിട്ടുള്ള ഫിഷ്, മീറ്റ്, ചിക്കന്, എഗ്സ്, വെജീസ് എല്ലാ സംഭവം ഉണ്ട്. അത് നിങ്ങൾ ആപ്പ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അധികം സംസാരിച്ചിട്ടാക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് എനേബിൾ ആക്കി വെക്കുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. പിന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട്, എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. എല്ലാത്തിലും കയറി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക. നേരം വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഇടയിലൊക്കെ കല്ല് വെച്ചെടുക്കണം. ഇനി മീന് നല്ലോണം ഒന്ന് വൃത്തിയാക്കണം. നോക്കണം കേട്ടോ. ഇത്രയും വലിയ മീൻ ആദ്യമായിട്ട് മുറിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്. ഓക്കെ. പിന്നെ ഹമൂറാണ്. ഹമൂർ കുറച്ച് ടൈം എടുക്കും. ഇത് സാധാരണ ഇത് എന്താ പറയാ, തൊലി അങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? നമ്മള് യൂട്യൂബില് വീഡിയോ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹമൂറിന്റെ ഫിഷ് കട്ടിങ് എങ്ങനെയാന്നുള്ളത്. അതില് എല്ലാരും തൊലി ഇങ്ങനെ കട്ട് ചെയ്ത് പോവാണ്. പക്ഷെ അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നല്ല കത്തി വേണം ഇങ്ങനെ ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇതിനെന്താ പറയാ ഇംഗ്ലീഷില്?
ഹിമാറാണോ? അമൂറല്ലടാ, ദർശാനതാ ഇത് ഇപ്പൊ പൊളിക്കുന്ന ഈ ഫ്ലേക്സ് എന്താണ് എന്ന് പറയാ? ഗിൽസ് അല്ല, ഗിൽസ് നമ്മളെ കൊല്ലായില്. എടാ വെപ്പാറിന് ഇത് വെപ്പാറിന് കുടിവെള്ളം വേണ്ട. ഫിഷിംഗ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് അനസ്. നല്ല പവർ കൊടുക്കാം, നല്ല പവർ കൊടുക്കാം. രണ്ട് കൈ കൊടുക്കുമ്പോൾ അത്ര സ്പീഡിൽ വരുന്നത് അത്യാവശ്യം പവർ കൊടുത്തിട്ടാണ്. അവന്റെ സൈസ് ഒന്ന് കാണിച്ചു കൊടുത്താണ് പവർ കൊടുക്കുക, അല്ലാണ്ട് കിട്ടൂല. അടുത്ത മുടി വെട്ടാം. അതിനകത്തല്ലേ കർപ്പൂരം ഉപ്പിട്ടുണ്ട്. മസാല സോഡ ഉണ്ടാക്കാം കേട്ടോ. ചെറുനാരങ്ങി, ഉപ്പും നല്ല പച്ചമുളകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട്. ഇഞ്ചി, ആ ഇഞ്ചി അയ്യോ ഇടിക്കട്ടെ. ഇതാണോ സുനാമി നമ്മളെ ബീച്ചിൽ നിന്ന് അടിക്കല്ലേ സുനാമി? അതന്നെ സാധനം. ഇത് മീന് നല്ലോണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കല്ലുപ്പാണ്. ഇതിട്ടിട്ട് നല്ലോണം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല കല്ലുപ്പിട്ടിട്ട് എന്തെങ്കിലും ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുത്താൽ ബാക്കി വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ പോകും. ആ ഉപ്പിട്ട് വരുത്തിയപ്പോ ഒന്ന് സെറ്റായിട്ടോ, വൃത്തിയായി മീൻ. മീനിലേക്കുള്ള മസാല റെഡിയാക്കാനുള്ള ഇതിലാണ്. അതിലേക്ക് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആണുള്ളത്. ഗ്രീൻ മസാല അല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നല്ലേ? ഗ്രീൻ മസാല ആണ് ഇത്. പച്ച കുരുമുളക് വീട്ടിൽ നിന്ന് നല്ല ഇതൊക്കെ ഒപ്പിക്കാൻ പറ്റ പാട് നമുക്ക് അറിയുള്ളൂ. ഇത് പിന്നെ ഇതെന്താ? ഗുണ്ടുമുളക്, ചെറിയുള്ളി, ഗുണ്ടുമുളക്, പച്ചക്കുരുമുളക്, ഇഞ്ചി, പുതിന, മല്ലിയില, നാടൻ കരിവേപ്പില നമ്മൾ അവിടുന്ന് പറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. അടുത്ത പ്രോസസ്സ് ഇതൊക്കെ റെഡിയാക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കാം. ഉപ്പും കൂടി മിക്സ് ആക്കിയിട്ടുള്ള സംഭവമാണിത്. ഇത് ആദ്യം മാരിനേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇത് ഈ കട്ട് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മളെ പച്ചക്കുരുമുളകിൻ്റെ മസാല ആണ്. ഇത് നമ്മൾ ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മളെ V11 റെസിപ്പിയാണിത്. സ്പെഷ്യൽ മസാല ആണ്. രണ്ടാം നമ്മൾ ആദ്യം തേച്ച മസാലൻ്റെ മുകളിൽ ഇത് തേക്കാണ് പച്ച മസാല. അതിൽ പൊതിയാന കീറാത്ത ഫിറോസിന്റെ കൈമൽ താഴെയുള്ള എല്ലാം ചൂടായിക്കോ. മീനോട് ഉള്ളോട്ട്. യെസ്, തക്കാളി ഉള്ളി ഇருக்கு. ഇത് മുകളിൽ തക്കാളി മുകളിൽ വെച്ചിട്ട്
വിളിച്ചല്ലേ തലയും പാലും മിസ്സാവണ്ട, കുറച്ച് പാലും. എല്ലാം കെട്ടിക്കോ, എല്ലാം കെട്ടിട്ട് ഫോയിൽ കിട്ടിയാൽ ഒന്ന് വാങ്ങിപ്പോളൂ. നല്ല മണുണ്ട്, നല്ല നല്ല മസാല ഉണ്ടാക്കാൻ നല്ല മണുണ്ട്. മണ റെഡി ആയിട്ടുണ്ട്, മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. കഴിക്കാനുള്ള ഇതിലാണ്. കഴിച്ച് നിങ്ങൾ അഭിപ്രായം പറയും എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓരോരുത്തരും അഭിപ്രായം പറയും കേട്ടോ. ാണോ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? അടിപൊളിയാ ഉള്ളതെന്നാ? നല്ല അടിപൊളിയാ. കാരണം എന്താ ചോദിക്കാൻ കാരണം എന്താ പറയാ, ഫസ്റ്റ് ട്രൈ നമ്മളത്. മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാ? റെഡിയാ അല്ലേ? കഴിച്ചോ. തോലും കൂട്ടി അടിക്കണം. തോലും കൂട്ടി അടിക്കണം. മസാല കിടുവാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, പൊളി സാധനമായിരുന്നു. ഹമൂറാണ്, അത്രയും ഫ്രഷ് ഫിഷ്. എനിക്ക് തോന്നുന്നു കാലിക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് ബക്കറ്റിൽ മാത്രമായിരിക്കും. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഫ്രഷ് ബക്കറ്റിന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. കുറച്ച് ഡിലേ ആയി. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു, ഫസ്റ്റ് ഫിഷ് മേക്കിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ഇതുണ്ടായിരുന്നു, ക്ലീനിങ് പേർപ്പസും. പിന്നെ നമ്മൾ വെൽ എക്വിപ്ഡ് ആയിരുന്നില്ല, പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ചെയ്തു. മസാല പൊളിയായിരുന്നു. അതിന് നൗഫലിന് താങ്ക്സ്. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അടിപൊളിയാക്കി ചെയ്തിട്ട് വീഡിയോ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് സപ്പോർട്ട് അസ്, ഷെയർ, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് ഫാമിലീസിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുക. ബിക്കോസ് ഞങ്ങളൊരു ബിഗിനേഴ്സ് ആണ് ആൻഡ് വി എക്സ്പെക്ട് a great response from you viewers. Thank you so much.